നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപകട സ്ഥലങ്ങളിൽ അനാവശ്യമായി തിരക്ക് കൂട്ടുന്നവർക്ക് കനത്ത പിഴ ഏർപ്പെടുത്തുമെന്ന് അബുദാബി പോലീസ്. രക്ഷാപ്രവർത്തകരുടെ ജോലിക്ക് തടസ്സമാകുന്ന തരത്തിൽ ആളുകൾ കൂട്ടം കൂടി നിന്നാൽ 1000 ദിർഹം പിഴ ഈടാക്കും. അപകട സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അബുദാബി സിവിൽ ഡിഫൻസും പോലീസും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഉംറ വിസ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തി സൗദി ഹജ്ജ് മന്ത്രാലയം. ഇനി മുതൽ വിസ അനുമതി നൽകിയ ശേഷം 30 ദിവസത്തിനകം തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ചിരിക്കണം. തീർത്ഥാടകർക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സൗദിയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉംറ വിസ റദ്ദാകുമെന്നും അനധികൃതർ അറിയിച്ചു. UAEയിൽ ക്യാമ്പിംഗ് സീസൺ സജീവമായി തുടങ്ങി. സാധാരണ നിലയിൽ ഒക്ടോബർ അവസാനം മുതൽ ഏപ്രിൽ വരെയാണ് ക്യാമ്പിംഗ് കാലം. ഇത് തണുത്ത കാലാവസ്ഥയും രാജ്യത്തിന്റെ പ്രകൃതി ദൃശ്യങ്ങളും ആസ്വദിക്കാനുള്ള അവസരം നൽകുന്നു. എന്നാൽ നിങ്ങളുടെ ടെന്റ് സ്ഥാപിക്കുന്നതിന് മുൻപ് ആളുകളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫെഡറൽ പ്രാദേശിക നിയമങ്ങളാൽ ക്യാമ്പിംഗ് നിയന്ത്രിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിരിക്കണം. തൊഴിൽ തട്ടിപ്പിൽ വീഴാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. രാജ്യത്തെ നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ഒഴിവുണ്ടെന്ന് പരസ്യം വൻതോതിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ പരസ്യം തെറ്റാണെന്നും ഒരു ബാങ്ക് സ്ഥാപനങ്ങളും വാട്സാപ്പ് വഴി ജോലി ഒഴിവുകൾ പരസ്യം ചെയ്യില്ല എന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.